കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ദൌത്യം നീളുമെന്നുള്ളതാണ്. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്കാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴയാണ് തുടരുന്നത്. ഉത്തര കന്നഡയിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ്. ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ കൃത്യസ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നു. ഒപ്പം S ദിനേഷ് കുമാർ കോഴിക്കോട് നിന്നും. ബൈജു, ഈ രക്ഷാദൌത്യം അത് ഇന്നലെ എത്ര മണി വരെ നീണ്ടു നിന്നിരുന്നു? ഈ മഴ പെയ്യുന്നുണ്ടോ അവിടെ? ഓറഞ്ച് അലർട്ട് ആണല്ലോ ഷിരൂരിൽ. എൽദോ, തീർച്ചയായും കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതേപോലെ തന്നെ മഴ ഇപ്പോഴും ശക്തമായി തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഏതായാലും ഈ രക്ഷാദൗത്യം നീളുമോ എന്ന ഒരു ആശങ്കയാണ് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം തന്നെ പങ്കുവെക്കാനുള്ളത്. ഏറ്റവും പ്രധാനം അർജുനെ കണ്ടെത്തുക എന്നതാണ്. ആ ദൗത്യവുമായി തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാസംഘം എല്ലാവരും തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാദൗത്യം പുനരാരംഭിക്കും. ഇന്നലെ രാത്രി വലിയ ശക്തമായ മഴയായതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊന്നും ഇന്നലെ രാത്രി നടത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പരിശോധന നടത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായി, ശക്തമായ കാറ്റാണ്. അതൊക്കെയാണ് വലിയ വെല്ലുവിളിയാവുന്നത് രക്ഷാപ്രവർത്തനത്തിന്. എന്തായാലും ഇന്ന് നമുക്ക് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാലാവസ്ഥ ഇതേ രീതിയിൽ തുടരുന്നത് അനിശ്ചിതത്വം ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും ഇന്ന് പ്രധാനമായും ട്രക്ക് കണ്ടെത്തി, കൃത്യമായി അത് അർജുൻ്റെ ട്രക്കാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴും ആ ക്യാബിനകത്തേക്ക് എത്താൻ രക്ഷാദൗത്യ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഇന്ന് പ്രധാനമായും ശ്രമിക്കുക. ഇന്ന് അങ്ങനെയാണെങ്കിൽ ഈ മുങ്ങൽ വിദഗ്ധർ ഈ ക്യാബിൻ പരിശോധിക്കും. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എന്തായാലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. അത് ഈ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ക്യാബിൻ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും അർജുനെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കാതിരുന്നത്. ഇനിയിപ്പോൾ അർജുനൻ ഏത് അവസ്ഥയിലാണ് അതൊക്കെ അറിയേണ്ടതുണ്ട്. അത് ഈ മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാകൂ. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിലെ അടിയൊഴുക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. അത്രത്തോളം വലിയ അടിയൊഴുക്കാണ് ഈ പുഴയിലുള്ളത്. അതാണ് ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ ഇതിന്റെ അരികിലേക്ക് എത്താൻ സാധിക്കാതെ. ഏതായാലും ലോറി അർജുൻ്റേതാണെന്ന് രക്ഷാദൗത്യ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 വസ്തുക്കളാണ് ഇത്തരത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. അതിലൊന്ന് ആ ടവറാണ്, മറ്റൊന്ന് റെയിൽ പോലുള്ള ഒരു സാധനമാണ്. ഒരു പക്ഷേ അത് ഡിവൈഡർ, ഈ റോഡിന് സമീപം വെച്ച ഡിവൈഡർ ആയിരിക്കും. പിന്നെ മറ്റൊന്ന് ടാങ്കർ ലോറിയുടെ ഒരു ക്യാബിനാണ്. ഇത്തരത്തിൽ അർജുൻ്റെ ഈ ട്രക്കുള്ളത് ഈ 3ാമത്തെ പൊസിഷനിലാണ്. അതായത് ആദ്യം ഉള്ളത് ഈ ടവറാണ്, രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ച റെയിൽ പോലത്തെ ഒരു സാധനമാണ്, 3ാമത്തെ പൊസിഷൻ അത് അവിടെയാണ് ഏതായാലും ഈ ഇതുള്ളത്, ബെൻസ് ആ വാഹനമുള്ളത്. എന്തായാലും ഇന്ന് പരിശോധന ഊർജിതമായി തന്നെ തുടരും. കരയിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ 7 മീറ്ററോളം താഴ്ചയിലാണ് ഈ ട്രക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മുങ്ങൽ വിദഗ്ധർ ഇത്തരത്തിൽ ഇതിൻ്റെ അരികിലെത്തി പരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വഴിയുള്ളത് ഈ ട്രക്ക് ഉയർത്തുക എന്നതാണ്. പക്ഷേ അതിന് കൊളുത്ത് ഇടേണ്ടതുണ്ട്. ആ കൊളുത്തിടാൻ മുങ്ങൽ വിദഗ്ധർക്ക് അടിത്തട്ടിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അത്രത്തോളം വലിയ അടിയൊഴുക്കാണ്. എന്തായാലും ഇന്ന് നമ്മൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ നമ്മൾ ഇവിടെ തുടരും. ഓരോ വിവരങ്ങളും നമ്മൾ എത്തിക്കും. ഇന്നലെ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എത്ര മണിക്ക് എത്തിക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. നേരത്തെയൊക്കെ തിരച്ചിലിലെ അലംഭാവമാണെങ്കിൽ ഇപ്പോൾ അത് കാലാവസ്ഥയാണ് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. ആ കാലാവസ്ഥയൊക്കെ മറികടന്ന് ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം. രാത്രി ഡ്രോൺ കത്തി ഒന്നുകൂടി ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതും നടക്കാൻ കഴിയാത്ത സാഹചര്യം. ഏതായാലും ഒരു ആശ്വാസ വാർത്തയുള്ളത്, നേരത്തെ നമ്മൾ ഇന്നലെ രാവിലെ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ശരവണൻ്റെ അത് ജീവനോടെ അല്ലെങ്കിലും ആ ബന്ധുക്കൾ ദൈന്യത നമ്മൾ കണ്ടതാണ്. അത്രത്തോളം അവർ നിരാശരായി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശരവണൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കിട്ടിയ മൃതദേഹത്തിൻ്റെ DNA പരിശോധനയും മാച്ചായിരിക്കുന്നു. അതുകൊണ്ട് ശരവണൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ആ വീട്ടുകാർ കാത്തിരിപ്പായിരുന്നു. ജീവനോടെ അല്ലെങ്കിലും ശരവണനെ തങ്ങൾക്ക് അവസാനമായി ഒന്ന് കാണണമെന്ന അവരുടെ ആഗ്രഹം. അതേതായാലും അവരുടെ
ആ ആശങ്ക നീങ്ങി അവർ ഏതായാലും നിരാശയോടെയാണെങ്കിൽ അവർ നാട്ടിലേക്ക് മടങ്ങി. തമിഴ്നാട് നാമക്കൽ സ്വദേശിയാണ് ശരവണൻ. ഇവിടെ ചായ കുടിക്കാനായി ടാങ്കർ ലോറി നിർത്തി അവിടെ ചായ കുടിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത്. ഇതിലേറ്റവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ചാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും അപകടവും ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മരിക്കുകയും കാണാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് ഇത്രയും ദിവസത്തെ തെരച്ചിലിൽ ഏറ്റവും ഒടുവിൽ അവർ പ്രതികരിച്ച തെരച്ചിൽ സംഘം ദൗത്യ സംഘം പ്രതികരിച്ച വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ അർജുനും ലോറിയുമായി ഇത്തരത്തിൽ വിശ്രമിക്കുമോ ഇതിന് അതല്ല മറ്റൊരു ആശങ്ക കൂടി വരുന്നുണ്ട്. ഇനി അർജുൻ ഈ ചായക്കടയിലേക്ക് ഇറങ്ങിയോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഏതായാലും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ആ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. എന്നാലും ജീവനോടെ ഇനി അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ആ കുടുംബത്തിന്റെയും കേരളത്തിന് ഒന്നാകെയുമുള്ള അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ ഒരു കാത്തിരിപ്പാണ് ശിരൂരിലുള്ളത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഇന്ന് എത്തുന്നുണ്ട്. ആ യന്ത്ര സംവിധാനങ്ങൾ ഇന്നലെ ആ തെരച്ചിലിന്റെ ദൗത്യത്തിൽ, അതായത് ലോറിയെ ട്രേസ് ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുത്തിരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് ഈ രാത്രി വെള്ളം ഒന്ന് തണുക്കുമ്പോൾ ആ തെർമൽ പരിശോധന ഒരിക്കൽ കൂടി നടത്തും. അതായത് ഈ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ടോ, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ. ആ ഒരു പരിശോധന ഇന്നലെ രാത്രി നടന്നിരുന്നു. അത് കാലാവസ്ഥ അനുവദിച്ചിരുന്നു ആ പരിശോധന നടത്താൻ. എൽദോ വളരെ നിരാശ അത് തന്നെയാണ്. ആ കാര്യത്തിൽ തന്നെയാണ് ഇന്നലെ 6 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഏത് സമയത്താണ് അത്തരത്തിൽ വീശിയടിക്കുന്ന ഒരു കാറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം വലിയ കാറ്റാണ്. ഒരു പക്ഷേ ഇവിടെ നിൽക്കാൻ പോലും ആ സമയത്ത് കഴിയാത്ത രീതിയിലുള്ള ശക്തമായ കാറ്റ്, അതിനുമപ്പുറം മഴയാണ്, വലിയ തോതിലുള്ള മഴ. ഏതായാലും ഇന്നലെ രാത്രി ഈ ഡ്രോൺ പരിശോധന നടത്താൻ അദ്ദേഹം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അവിടെ തന്നെ തുടർന്നിരുന്നു. പക്ഷേ ആ കാലാവസ്ഥ വളരെ വളരെ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്രോൺ പരിശോധന നടന്നില്ല. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ തെർമൽ ആ ചൂട് കാലാവസ്ഥയെ മാറി തണുത്ത കാലാവസ്ഥയിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയാൽ മനുഷ്യ ശരീരം അതിനകത്തുണ്ടോ, മനുഷ്യ സാന്നിധ്യം അതിനകത്തുണ്ടോ എന്നത് കണ്ടെത്താനാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനായിരുന്നു രാത്രി ഇത്തരത്തിലുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ രാത്രി 12 മണി വരെ കാത്തിരുന്നിട്ടും മഴ ശമിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ പ്രദേശത്ത് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ്. ആ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ആ സ്ഥലത്ത് വീണ്ടും ഇന്നലെ രാത്രി എത്തിയിരുന്നു. വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഇരുട്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ പ്രേക്ഷകർക്കായി ഏറ്റവും അവസാനമായി ഇന്നലെ രാത്രി പോയി എടുത്ത ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നാവികസേനയുടെ നമ്മുടെ നാവിക സേനാംഗങ്ങൾ ഇന്ന് പരമാവധി അവർ ഇന്നലെ ശ്രമിക്കും. എന്തായാലും ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടക്കുന്നത് അതാണ്. ശിരൂരിൽ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം. അത് കരസേനയായാലും നാവികസേനയായാലും ഒപ്പം പോലീസും NDRFും ഒക്കെയുള്ള ആ ഒരു രക്ഷാ ദൗത്യ സംഘങ്ങൾ അർജുനായുള്ള ആ തെരച്ചിലാണ്. ഇന്നലെയൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു 4 മണിയോടെയെങ്കിലും അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത്. പക്ഷേ ആ കാലാവസ്ഥ തന്നെയാണ് വലിയ പ്രതികൂലമായി ബാധിച്ചത്. എന്തായാലും ഇന്ന് നമ്മൾ കാലാവസ്ഥ വളരെ മോശമാണെങ്കിലും അത് അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ട്രക്ക് ഉയർത്താൻ സാധിച്ചാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും. അതാണ് ശ്രമിക്കുന്നത്. പുഴയിലെ ഈ അടിയൊഴുക്ക് തടയണയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ അത്തരമൊന്നും സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും അവസാന ഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴേക്കും കാലാവസ്ഥ പ്രതികൂലമായി എന്നതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം. എന്തായാലും ഇന്ന് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ, അതല്ല ഈ രക്ഷാദൗത്യം നീളുമോ, അതൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പരിശ്രമം ഇന്നും തുടരും. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു. എല്ലാ സംഘാംഗങ്ങളും ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലെത്തിയിരിക്കുന്നു. വളരെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്ന് അവർക്ക് അടിത്തട്ടിൽ പോയി ഈ
ക്യാബിൻ പരിശോധിക്കാൻ കഴിയുമോ, അതൊക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്നും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. അർജുനെ ഇന്ന് കണ്ടെത്തുമെന്ന പ്രതീക്ഷിച്ചതിനാണ് നമ്മളും ശിരൂരിൽ തുടരുന്നത്. കഴിഞ്ഞ 11ാം ദിവസം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇന്നലെയും ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, ജില്ലാ SP ഉൾപ്പെടെയുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് നമ്മൾ അതിനായി കാത്തിരിക്കുകയാണ്. ആ ഒരു രക്ഷാദൗത്യം അതിൻ്റെ അവസാന ഘട്ടം അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ദ്രപാൽ അദ്ദേഹം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഡ്രോൺ പരിശോധന ഇന്ന് സാധ്യമാകുമോ, ഒരിക്കൽ കൂടി ഡ്രോൺ പരിശോധന സാധ്യമാകുമോ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ ഡ്രോൺ ഒരിക്കൽ കൂടി പരിശോധിച്ച് മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ജീവനോടെ നമുക്ക് അർജുനെ ലഭിക്കും എന്നുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനമായി ഒരിക്കൽ കൂടി ഇത്തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏകദേശം അർജുൻ്റെ കാര്യത്തിൽ ഈ ജീവനോട് നമുക്ക് ലഭിക്കില്ല എന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനയാണ് ഏറ്റവും ഒടുവിലായി ഡ്രോൺ ബൈജു എന്താണെങ്കിലും